ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സേനുദ്ദീൻ. പ്രധാന വാർത്തകൾ. അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരായ ആക്രമണത്തെ അപലപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാഷ്ട്രീയത്തിലും ജനാധിപത്യത്തിലും അക്രമത്തിന് സ്ഥാനമില്ലെന്ന് പ്രധാനമന്ത്രി. പരിസ്ഥിതി സംരക്ഷണം ലക്ഷ്യമിട്ടുള്ള ഏക് പേഡ് മാക്കേ നാം ക്യാമ്പയിന് കീഴിൽ 11 ലക്ഷം വൃക്ഷത്തൈകൾ നടുന്ന പരിപാടിക്ക് ഇൻഡോറിൽ ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടക്കം കുറിക്കും. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷന് സമീപം ആമയിഴഞ്ചാൻ തോടിൽ കാണാതായ ശുചീകരണ തൊഴിലാളിക്കായുള്ള തെരച്ചിൽ നിർണായക ഘട്ടത്തിലേക്ക്. ശരീരഭാഗം കണ്ടെത്തിയതായി സംശയം. T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യ ഇന്ന് സിംബാബ്വെയെ നേരിടും. വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ഫൈനൽ ഇന്ന്. യൂറോകപ്പ് ഫുട്ബോളിലും ഇന്ന് കലാശ പോരാട്ടം. വാർത്തകൾ വിശദമായി. കഴിഞ്ഞ 3-4 വർഷങ്ങൾക്കുള്ളിൽ 8 കോടി പുതിയ തൊഴിലുകൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞത് തൊഴിലില്ലായ്മയെക്കുറിച്ച് വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചവരെ നിശബ്ദരാക്കിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നൈപുണ്യ വികസനം, തൊഴിലവസരം എന്നിവ രാജ്യത്ത് ആവശ്യമാണ്. കേന്ദ്ര സർക്കാർ ഈ ദിശയിലാണ് പ്രവർത്തിക്കുന്നത്. മുംബൈയിൽ ഗോരേഗാവിൽ 29,000 കോടി രൂപയുടെ റോഡ്, റെയിൽ, തുറമുഖ പദ്ധതികൾക്ക് തറക്കല്ലിട്ട് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർ നിക്ഷേപത്തിനും അടിസ്ഥാന സൌകര്യ വികസനത്തിനും രാജ്യത്തിന്റെ വളർച്ചയിലും താൽപര്യമില്ലാത്തവരാണ്. സുസ്ഥിരത, വളർച്ച എന്നിവയ്ക്കാണ് മുൻഗണന നൽകുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. NDA സർക്കാർ 3ാം തവണ അധികാരത്തിൽ വന്നതിനെ ചെറുതും വലുതുമായ നിക്ഷേപകർ സ്വാഗതം ചെയ്തതായി പ്രധാനമന്ത്രി പറഞ്ഞു. മഹാരാഷ്ട്രയെ ലോകത്തെ വലിയ സാമ്പത്തിക ശക്തി കേന്ദ്രമാക്കി മാറ്റുകയാണ് സ്വപ്നമെന്നും ശ്രീ മോദി വ്യക്തമാക്കി. അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരായ ആക്രമണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഗാധമായ ഉത്കണ്ഠ രേഖപ്പെടുത്തി. സംഭവത്തെ ശക്തമായി അപലപിക്കുന്നതായി ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാഷ്ട്രീയത്തിലും ജനാധിപത്യത്തിലും അക്രമത്തിന് സ്ഥാനമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ട്രംപ് വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെയെന്നും പ്രധാനമന്ത്രി ആശംസിച്ചു. ഇന്ത്യയിലെ ജനങ്ങളുടെ ചിന്തകളും പ്രാർത്ഥനകളും ആക്രമണത്തിൽ മരിച്ചവരുടെ കുടുംബത്തിനും പരിക്കേറ്റവർക്കും അമേരിക്കൻ ജനതയ്ക്കും ഒപ്പമാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നേരെയുണ്ടായ വധശ്രമം ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അന്വേഷിക്കും. വെടിവെച്ചയാളെ ഇതുവരെയും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ലെന്ന് അധികൃതർ അറിയിച്ചു. ഇന്നലെ പെൻസിൽവാനിയയിൽ നടന്ന റാലിക്കിടെയാണ് ട്രംപിന് നേരെ വധശ്രമമുണ്ടായത്. ട്രംപിന് ചെവിയിൽ മുറിവേറ്റെങ്കിലും അദ്ദേഹം സുരക്ഷിതനാണെന്ന് സീക്രട്ട് സർവീസ് ഏജൻസി വ്യക്തമാക്കി. സംഭവത്തിൽ 2 പേർ മരിക്കുകയും ഒരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. പരിസ്ഥിതി സംരക്ഷണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കമിട്ട ഏക് പേഡ് മാക്കേ നാം ക്യാമ്പയിന് കീഴിൽ ലോക റെക്കോർഡ് ലക്ഷ്യമിട്ട് ഇൻഡോർ ജില്ലയിൽ ഒരു ദിവസം 11 ലക്ഷം വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കും. പരിപാടിയുടെ ഉദ്ഘാടനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അല്പസമയത്തിനകം ഇൻഡോറിൽ നിർവഹിക്കും. മധ്യപ്രദേശിലെ 55 ജില്ലകളിലെ PM കോളേജ് ഓഫ് എക്സലൻസും കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ഇൻഡോറിലെ അടൽ ബിഹാരി വാജ്പേയി ഗവൺമെന്റ് ആർട്സ് ആൻഡ് കൊമേഴ്സ് കോളേജിലാണ് PM കോളേജ് ഓഫ് എക്സലൻസ് പരിപാടി നടക്കുന്നത്. എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും ഇതോടനുബന്ധിച്ചുള്ള പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ത്രിപുരയിലെ ജനങ്ങൾക്ക് ഖർച്ചി പൂജ ആശംസ നേർന്നു. ചതുർദശ ദേവതയുടെ അനുഗ്രഹം എല്ലാവരുടെയും ജീവിതത്തെ ഐശ്വര്യവും ഐക്യവും കൊണ്ട് സമ്പന്നമാക്കട്ടെയെന്ന് സാമൂഹ്യ മാധ്യമക്കുറിപ്പിൽ അദ്ദേഹം പ്രത്യാശിച്ചു. ജമ്മുകശ്മീർ ലഫ്റ്റനന്റ് ഗവർണർക്ക് കൂടുതൽ അധികാരം നൽകുന്നതിന് ജമ്മുകശ്മീർ പുനഃസംഘടനാ ചട്ടം 2019 കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഭേദഗതി ചെയ്തു. ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തുന്ന ദിവസം മുതൽ നിയമം പ്രാബല്യത്തിലാകും. ഉദ്യോഗസ്ഥർ, പോലീസ്, ജഡ്ജിമാർ തുടങ്ങിയവരുടെ നിയമനം, സ്ഥലം മാറ്റം എന്നിവയിൽ ലഫ്റ്റനന്റ് ഗവർണർക്ക് കൂടുതൽ അധികാരം ഇതിലൂടെ കൈവരും. നേരത്തെ ജമ്മുകശ്മീർ ധനവകുപ്പിന്റെ അനുമതിക്ക് ശേഷമേ ഇത്തരം കാര്യങ്ങൾ ലഫ്റ്റനന്റ് ഗവർണർക്ക് മുന്നിൽ എത്തിയിരുന്നുള്ളൂ. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷന് സമീപം ആമയിഴഞ്ചാൻ തോടിൽ കാണാതായ ശുചീകരണ തൊഴിലാളി ജോയിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നിർണായക ഘട്ടത്തിലേക്ക്. ടണലിനുള്ളിൽ ശരീരഭാഗം കണ്ടതായി സംശയിക്കുന്നു. റോബോട്ടിക് ക്യാമറയിലാണ് ദൃശ്യം പതിച്ചത്. സ്കൂബ സംഘം ടണലിന് അകത്തേക്ക് പ്രവേശിക്കാനുള്ള ശ്രമത്തിലാണ്. NDRFന്റെയും അഗ്നിരക്ഷാ സേനയുടെയും നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. തമ്പാനൂർ ആമയിഴഞ്ചാൻ തോട്ടിലെ രക്ഷാപ്രവർത്തനത്തിനിടെ എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിട്ടാൽ വിദഗ്ധ ചികിത്സ ഉറപ്പാക്കാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ എമർജൻസി മെഡിസിൻ വിഭാഗത്തിൽ പ്രത്യേക ക്രമീകരണം ഏർപ്പെടുത്തി. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. അടിയന്തര വൈദ്യസഹായം എത്തിക്കുന്നതിന് ഡോക്ടർ അടങ്ങിയ പ്രത്യേക മെഡിക്കൽ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. വെള്ളത്തിലിറങ്ങുന്നവർക്ക്
ഡോക്സിസൈക്ലിൻ ഉൾപ്പെടെയുള്ള പ്രതിരോധ മരുന്നുകളും ഉറപ്പാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. 2020 ക്രിക്കറ്റ് പരമ്പരയിലെ അഞ്ചാമത്തെയും അവസാനത്തെയും മത്സരത്തിൽ ഇന്ത്യ ഇന്ന് സിംബാബ്വെയെ നേരിടും. ഹരാരെ സ്പോർട്സ് ക്ലബ്ബിൽ വൈകുന്നേരം 4:30-നാണ് മത്സരം ആരംഭിക്കുക. ആതിഥേയർക്കെതിരെ 3-1 വിജയ ലീഡാണ് ഇന്ത്യയ്ക്കുള്ളത്. വിംബിൾഡൺ ടെന്നീസിൽ പുരുഷ സിംഗിൾസ് ഫൈനൽ ഇന്ന്. ലണ്ടനിലെ ഓൾ ഇംഗ്ലണ്ട് ക്ലബിന്റെ ഐക്കണിക് സെന്റർ കോർട്ടിൽ ലോക 2ാം നമ്പർ താരം നൊവാക് ജോക്കോവിച്ചും നിലവിലെ സ്പാനിഷ് ചാമ്പ്യൻ കാർലോസ് അൽക്കാരസും കിരീടത്തിനായി ഏറ്റുമുട്ടും. ഇന്ത്യൻ സമയം വൈകുന്നേരം 6:30-നാണ് മത്സരം ആരംഭിക്കുന്നത്. നൊവാക് ജോക്കോവിച്ച് 7 തവണ ചാമ്പ്യനായപ്പോൾ അൽക്കാരസ് വിംബിൾഡൺ ഫൈനലിൽ ഇത് 2ാം തവണയാണ് മത്സരത്തിനെത്തുന്നത്. യൂറോകപ്പ് ഫൈനലിൽ ഇന്ന് സ്പെയിൻ ഇംഗ്ലണ്ടിനെ നേരിടും. രാത്രി 12:30-ന് ബെർലിനിലെ ഒളിമ്പിയ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇരു രാജ്യങ്ങളും തമ്മിൽ രാജ്യാന്തര ഫുട്ബോളിൽ ഏറ്റുമുട്ടിയത് 27 തവണയാണ്. ഇതിൽ 14 തവണയും വിജയം ഇംഗ്ലണ്ടിനൊപ്പമായിരുന്നു. നാഗാലാന്റ്, ഒഡീഷ, ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഗോവ, സെൻട്രൽ മഹാരാഷ്ട്രയിലെ ഘട്ട് പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ സമാന കാലാവസ്ഥയായിരിക്കും. ഇന്നും നാളെയും കർണാടകയുടെ തീരദേശ പ്രദേശങ്ങളിലും കനത്ത മഴയുണ്ടായേക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. കേരളത്തിൽ മഴ തുടരുമെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വൈദ്യുതീകരണം പൂർത്തിയാക്കിയ പുനലൂർ ചെങ്കോട്ട റെയിൽപാതയിൽ ഇലക്ട്രിക് എഞ്ചിൻ പരീക്ഷണ ഓട്ടം നടത്തി. കേരളത്തെയും തമിഴ്നാടിനെയും ബന്ധിപ്പിക്കുന്ന ഈ പാതയിൽ 2ാം തവണയാണ് പരീക്ഷണ ഓട്ടം നടത്തുന്നത്. ദക്ഷിണ കശ്മീർ ഹിമാലയത്തിൽ അമർനാഥ് തീർത്ഥയാത്ര സുഗമമായി പുരോഗമിക്കുന്നു. ഏറ്റവും ഒടുവിലായി ജമ്മുവിലെ ഭഗവതി നഗർ യാത്രി നിവാസ് ബേസ് ക്യാമ്പിൽ നിന്ന് 4889 തീർത്ഥാടകരടങ്ങുന്ന സംഘം അമർനാഥ് ഗുഹാക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു. 187 വാഹനങ്ങളിലായാണ് തീർത്ഥാടകർ യാത്ര പുറപ്പെട്ടത്. 52 ദിവസം നീണ്ടുനിൽക്കുന്ന യാത്ര ഓഗസ്റ്റ് 19-ന് സമാപിക്കും. ഫ്രഞ്ച് റിപ്പബ്ലിക്കിന്റെ 235ാമത് ദേശീയ ദിനം ഇന്ന് പുതുച്ചേരിയിൽ ആഘോഷിക്കുന്നു. ബീച്ച് റോഡിലെ യുദ്ധസ്മാരകത്തിൽ നടന്ന പുഷ്പാർച്ചനയിൽ ഫ്രാൻസിന്റെ പുതുച്ചേരി, ചെന്നൈ മേഖലയിലെ കോൺസൽ ജനറൽ ലിസ് ടാൽബോട്ട് ബാരെ, ജില്ലാ കളക്ടർ എ കുലോത്തുംഗൻ എന്നിവർ പങ്കെടുത്തു. ചടങ്ങിൽ ഇന്ത്യയുടെയും ഫ്രാൻസിന്റെയും ദേശീയ പതാകകൾ ഉയർത്തി ഇരു രാജ്യങ്ങളുടെയും ദേശീയ ഗാനം ആലപിച്ചു. ദക്ഷിണാഫ്രിക്കയിലെ ക്വാസുലു നദാൽ പ്രവിശ്യയിലുണ്ടായ കാട്ടുതീയിൽ 7 പേർ കൊല്ലപ്പെട്ടു. 196 വീടുകൾ പൂർണ്ണമായും നശിച്ചു. ഒരാഴ്ച മുൻപ് ആരംഭിച്ച കാട്ടുതീ 750-ലധികം പേരെ ബാധിച്ചതായും കൃഷിയിടങ്ങളും വീടുകളും നശിച്ചതായും ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം കാട്ടുതീയിൽ 1600 മൃഗങ്ങൾ കൊല്ലപ്പെടുകയും 14,000 ഹെക്ടറിലധികം ഭൂപ്രദേശം നശിക്കുകയും ചെയ്തിട്ടുണ്ട്. വിയറ്റ്നാമിലെ വടക്കൻ പ്രവിശ്യയായ ഹാജിയാങ്ങിലുണ്ടായ മണ്ണിടിച്ചിലിൽ 11 പേർ മരിച്ചു. 4 പേർക്ക് പരിക്കേറ്റു. 16 പേരുമായി പോയ മിനി ബസ് ബാക്മി ജില്ലയിലെ റോഡിൽ മണ്ണിടിച്ചിലിൽ കുടുങ്ങുകയായിരുന്നു. കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ വിയറ്റ്നാമിലുണ്ടായ പ്രകൃതി ദുരന്തങ്ങളിൽ 68 പേർ മരിക്കുകയോ കാണാതാവുകയോ ചെയ്തിട്ടുണ്ടെന്നും 56 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായും ജനറൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരായ ആക്രമണത്തെ അപലപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാഷ്ട്രീയത്തിലും ജനാധിപത്യത്തിലും അക്രമത്തിന് സ്ഥാനമില്ലെന്ന് പ്രധാനമന്ത്രി. പരിസ്ഥിതി സംരക്ഷണം ലക്ഷ്യമിട്ടുള്ള ഏക് പേഡ് മാ കെ നാം ക്യാമ്പയിന് കീഴിൽ 11 ലക്ഷം വൃക്ഷത്തൈകൾ നടുന്ന പരിപാടിക്ക് ഇൻഡോറിൽ ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടക്കം കുറിക്കും. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷന് സമീപം ആമയിഴഞ്ചാൻ തോടിൽ കാണാതായ ശുചീകരണ തൊഴിലാളിക്കായുള്ള തെരച്ചിൽ നിർണായക ഘട്ടത്തിലേക്ക്. ശരീരഭാഗം കണ്ടെത്തിയതായി സംശയം. 2020 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യ ഇന്ന് സിംബാബ്വെയെ നേരിടും. വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ഫൈനൽ ഇന്ന്. യൂറോകപ്പ് ഫുട്ബോളിലും ഇന്ന് കലാശ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30-ന്.